നോക്കിയപ്പോൾ ആളുമില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. ശരിക്കും ആ മൂവിയുടെ ആ സോങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പഴയ തമിഴ് ഫിലിം ആക്ടേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശിവജി ഗണേശിൻ്റെ ആണ്, അതുപോലെ MGR. In 300 meters, turn right onto Kodikurichi, Tenkasi Road, Tenkasi, Madurai Road. There's a 5-minute congestion in 300 meters. You are still on the fastest route. Turn right onto Kodikurichi, Tenkasi Road, Tenkasi, Madurai Road. In 600 meters, turn left onto Kottalam Road, Kodikurichi, Tenkasi Road. അന്യൻപാറയിലേക്ക് പോകുന്ന വഴിയാണ്, പക്ഷെ ഇവിടെ നല്ല ബ്ലോക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇളഞ്ഞി വഴിയുണ്ട്, കുറ്റാലം വഴിയുണ്ട്. ഇപ്പോൾ ഇളഞ്ഞി വഴിയാണ് വന്നത്, പക്ഷെ രണ്ടും ഒരേപോലെ ഡിസ്റ്റൻസ് ആണെന്നാണ് കാണിച്ചത്. ടൈമും എല്ലാം ഒരുപോലെയാണെന്നാണ് നമ്മുടെ മാപ്സിൽ കാണിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് വന്നതാണ്. ഇത് തെങ്കാശിയാണ് കേട്ടോ. തെങ്കാശിയിലെ മാർക്കറ്റാണ്, മാർക്കറ്റ് പ്ലേസ് ആണ്. ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്. ഞായറാഴ്ച വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് ഫുൾ തിരക്കാണ്. നാളെ ദീപാവലിയും കൂടെ അല്ലേ, അപ്പോൾ ദീപാവലി ഷോപ്പിംഗ് ഒക്കെ കാണും. നല്ല ബ്ലോക്ക്. Road for 1.5 kilometers. ചേട്ടൻ ഒരു പഴയ എൻഫീൽഡ് ഓടിച്ചുകൊണ്ട് പോകണുണ്ടായിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് കിട്ടിയില്ല, എന്താ പെട്ടെന്ന് പുള്ളി എടുത്തുകൊണ്ട് പോയി.
In 200 meters, turn left. Turn left, then turn right. German Shepherd. Turn right. In 200 meters, turn left. Take the second left. Continue for 1 kilometer. ബ്രഹ്മലോകം എന്നാണ് ബോർഡിൽ കാണിച്ചത്. ഈ ലെഫ്റ്റ് ബ്രഹ്മലോകത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അന്യൻപാറ ഏതാണ്ട് എത്താറായി. ഇവിടെ നിന്നൊരു 600 മീറ്റർ ആണ് കാണിക്കുന്നത്. പോയി നോക്കാം. അവിടെ വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട് പശുവിന് കൊടുക്കാൻ. അന്യൻപാറ എത്തി. റൈറ്റ് സൈഡിലാണ് അന്യൻപാറ വരുന്നത്. In 300 meters, your destination will be on the right. അതേ കണ്ടോ, അന്യൻപാറ അതാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ റൈറ്റ് സൈഡിൽ പച്ചപ്പൊന്നും ഇല്ല. അന്ന് നമ്മൾ വന്നപ്പോൾ ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് കീടുമായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് നിർത്തി നോക്കാം. അന്ന് നമ്മൾ വന്നപ്പോൾ ആളുമില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. Your destination is on the right. ഇവിടെ സൂര്യകാന്തി പാടം ഉണ്ടെന്നാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, പൂക്കളൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മുടെ അന്യൻപാറയിലോട്ട് കയറുന്ന എൻട്രിയാണത്. ഇതിൽ കയറാം. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇതുവഴി വേണം കയറാനായിട്ട്, റോഡിൽ നിന്ന് കയറുന്നത്. ഇവിടെ അങ്ങോട്ട് നല്ല കൃഷിയൊക്കെയാണ്, പച്ചപ്പൊക്കെ കാണാം. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പം ഇതിൽ നിന്ന് സൂപ്പറായിരുന്നു. ഇന്ന് അധികം പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല.
നമുക്കിവിടെ ഇങ്ങനെ പാറയുടെ ഇതിൻ്റെ മുകളിൽ വരെ കയറാം. ഇത് അന്യൻ എന്നുള്ള മൂവിയിൽ ഒരു പാട്ട് സീനൊക്കെ ഇവിടെയാണ് ചെയ്തത്. അതാണ് ഇങ്ങനെ അന്യൻ പാറ എന്നുള്ള പേര് വന്നത്. ഇതിലുണ്ടായിരുന്ന പടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാഞ്ഞു പോയായിരുന്നു. ശരിക്കും ആ മൂവിയുടെ ആ സോങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പഴയ തമിഴ് ഫിലിം ആക്ടേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശിവജി ഗണേശൻ്റെ ആണ്, അതുപോലെ MGR അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. മീൻസ് പടം വരച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ പച്ചപ്പ് കാണത്തില്ല. സംഭവം എല്ലാം ഹാർവസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് വിതയ്ക്കാനായിട്ട് അതിന് മുമ്പേ മണ്ണ് ഉഴുതുകയാണ്. അതൊക്കെയാണ് കാണുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ട്രാക്ടറിൽ ഉഴുതുന്നത് കാണാം. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഉഴുതുന്നുണ്ട് ഉണ്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇടുമായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് കുറേ വിൻഡ് മിൽസൊക്കെ കാണാൻ പറ്റും. വിൻഡ് മില്ലൊക്കെ കാണാം ദൂരെ. ബാക്ക്ഗ്രൗണ്ടിലൊരു ആ അന്യനിലെ ആ സോങ്ങിൻ്റെ മ്യൂസിക് കേൾക്കാം. അത് ഇവിടെ ഒരു ഫാമിലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സോങ് കേട്ട് പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുകയാണ്. ഇതുണ്ടോ കുറേ ആടുകളിങ്ങനെ ആ വയലിൻ്റെ വരമ്പത്തൂടെ അങ്ങ് നടന്ന് പോകുന്ന കാണാം. സോറി, ഫോക്കസ് ചെയ്ത് കുറച്ച് മുകളിലോട്ടായി പോയി. ഇപ്പോൾ കാണാൻ തോന്നുന്നു. അടിപൊളി വയൽ, പിന്നെ കുറേ തെങ്ങിൻ്റെ തോട്ടമുണ്ട്, പിറകെ മലയുണ്ട്, സൂര്യനുണ്ട്, കുറേ ആടുകൾ നടന്നു പോകുന്നുമുണ്ട്. ഇത് മറ്റേ സൈഡാണ്. മറു സൈഡിലും ഇവിടെ ഫുൾ ഉണ്ടോ വിൻഡ് മിൽ പാടമാണ്. പിന്നെ ഈ പാറപ്പുറത്ത് നമുക്ക് കയറാം. അതിവിടെ ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുവഴി നമുക്ക് കയറാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട ആട്ടിൻ കൂട്ടമാണ്. ഇപ്പോൾ ആ പാറയിൽ കൂടെ കയറി എനിക്ക് നേരെ റോഡിലേക്ക് പോകും തോന്നുന്നു. റോഡിലേക്ക് കയറി അവരവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇനി ഈ പാറയുടെ മുകളിലോട്ട് കയറാം. അതിനിവിടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇവിടെ ഫുൾ കുപ്പിച്ചില്ല് കിടക്കാൻ കേട്ടോ. ഫുൾ മൊത്തം കുപ്പിച്ചില്ലാണ്. പിള്ളേരെ കൊണ്ടുവരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. എല്ലാം മദ്യക്കുപ്പികളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ മുകളിലെത്തി. കുറേ തുമ്പികളൊക്കെ പറക്കുന്നുണ്ട്. അല്ലേ ഇനി അപ്പുറത്ത് ഒരു പാറയുണ്ട്, അങ്ങോട്ട് കയറാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ചവിട്ടി, അടുത്ത് ഇനി ഇവിടെ ചവിട്ടി ഇങ്ങനെ കയറാം. അപ്പോൾ ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ഉണ്ട്. നമ്മുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മൊബൈലിൽ നോക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ കിടക്കും. കണ്ടോ,
വളരെ സൂക്ഷിക്കണം. എഡ്ജൊക്കെ ഇവിടെ പിള്ളേരെ കൊണ്ടുവരെ വളരെ സൂക്ഷിക്കണം. ഞാനും സത്യം പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു, അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, കിടിലം. ഓക്കെ, നമ്മളിപ്പോൾ അന്യൻപാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് സുന്ദരപാണ്ഡ്യപുരം ഉണ്ട്. ഇവിടെ സൺഫ്ലവർ ഫാമൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ വൈകുന്നേരം ഓൾമോസ്റ്റ് 5 മണി ആവാറായി. ചുമ്മാ ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇവിടെ നോങ്ക് വിൽക്കുന്നവർ പറഞ്ഞത് അവിടെ പൂ ഒക്കെ ഉണ്ട്, ധൈര്യമായിട്ട് വയ്ക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒന്ന് പോയി നോക്കാം. പക്ഷെ വൈകുന്നേരമായി. സോ അത് സണ്ണൊക്കെ തന്നെ ഫ്ലവറൊക്കെ ഓപ്പൺ ആയിരിക്കൂലെന്ന് അറിയത്തില്ല.